പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജോഷി പെരിഞ്ചാംകുട്ടി. മാവ് ബഡ് ചെയ്യാനൊക്കെ ഇപ്പം നല്ല സമയമാണ്, ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല സമയമാണ്, നടാനും നല്ല സമയമാണ്. കാരണം അധികം മഴയില്ല, എന്നാൽ മണ്ണ് അത്യാവശ്യം നനയും, അന്തരീക്ഷം നനയുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്, നല്ല കാലാവസ്ഥയാണ്. ഇടുക്കിയിലൊക്കെ നല്ല ക്ലൈമറ്റാണ്. 2 ദിവസം നല്ല മഴയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 മാവുള്ളത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നല്ല വിശദമായിട്ട് തന്നെ കാണാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത് മാവിൻ്റെ നമ്മൾ വുഡ് സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്ക് കട്ട് ചെയ്യുമ്പോൾ മെയിൻ ബ്രാഞ്ച് കട്ട് ചെയ്യുന്നില്ല, ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ഒരു അടിയെങ്കിലും അകലത്തിൽ കട്ട് ചെയ്യാൻ നോക്കണം. കാരണം ഒരു പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചില്ല എങ്കിൽ വീണ്ടും നമുക്ക് 1-2 പ്രാവശ്യം അതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട മരം എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഏത് മരമാണോ ആവശ്യം, ഏത് മാവാണോ ആവശ്യം, അല്ലെങ്കിൽ ഏത് ഫലവൃക്ഷമാണോ ആവശ്യം, അത് കായ്ച്ച മരത്തിൻ്റെ ആയിരിക്കണം. കായ്ച്ചതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത വർഷം തന്നെ ഇതിൽ നമുക്ക് കൂടുകയും ഒരു 1-2 വർഷത്തിൽ വീണ്ടും കായാകുകയും ചെയ്യും. റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മാവിൽ ഏതെല്ലാം ഉപയോഗിക്കുന്നത്, അതായത് ഏതും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മരത്തിലേക്കാണ് നമ്മൾ വേറെയുള്ള വെറൈറ്റി മാവിൻ്റെ സയോണുകൾ, അതായത് കമ്പുകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 10-25 വെറൈറ്റികൾ പലയിടത്തുനിന്നായിട്ട് പോയിട്ടുണ്ട്. സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ തന്നായിട്ട് പലയിടത്തുനിന്നായിട്ട് 10-25 വെറൈറ്റിയോളം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ റൂട്ട് സ്റ്റോക്കായിട്ട് എടുത്തേക്കുന്നത് കോമാവാണ്. കോമാവ് നിങ്ങൾക്കറിയാം, നിറയെ കായ്ക്കും, പക്ഷേ വലിയ ഗുണമൊന്നുമില്ല, ചെറിയൊരു കായ്കൾ, അതിൻ്റെ വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറേ ബ്രാഞ്ചുകളുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മളിങ്ങനെ ഓരോരോ മരത്തിൻ്റെ സയോണുകൾ, അതായത് വെറൈറ്റി മാവുകളുടെ സയോണുകൾ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ സയോൺ കട്ട് ചെയ്യുന്ന 2 രീതി കട്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന കമ്പുണ്ടല്ലോ, അത് നമ്മൾ സെൻറ്റർ പൊളന്നിട്ട് അപ്പോൾ അതിനകത്ത് മറ്റേ നിൽക്കുന്ന മരം, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ കമ്പ് ബ്രാഞ്ച് ആപ്പിൻ്റെ പോലെ വി ആകൃതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് വെച്ച് നല്ലപോലെ കെട്ടി വിട്ടാൽ മതി. രണ്ടാമത്, നമ്മൾ നിൽക്കുന്ന മരം വി ഷേപ്പിലും കൊണ്ടുവരുന്നത് വി ഷേപ്പിൽ പൊളന്നിട്ട് കൊണ്ടുവരുന്നതിൻ്റെ സൈഡ് ചെത്തി കളഞ്ഞിട്ടും വെക്കാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. വീഡിയോ ഒരല്പം നീളമുണ്ട്, കാരണം എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു കാര്യം ഓർത്തിരിക്കട്ടെ, നഴ്സറിക്കാർക്കിട്ടുള്ള പണിയൊന്നുമല്ല ഇത്. എല്ലാവർക്കും നല്ല മാങ്ങ ഉണ്ടാകാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണത്. അല്ലാതെ നഴ്സറിക്കാരുടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള പണിയൊന്നുമല്ല. ഇതിപ്പം വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മാരകായുധങ്ങളൊന്നും ഇതിനാവശ്യമില്ല, ഒരു നല്ല കത്തി മാത്രം മതി. ചിലർ കട്ടർ വെക്കുന്നുണ്ട്, എനിക്ക് കട്ടറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു മൂർച്ചയുള്ള കത്തി, അത് ഏറ്റവും നല്ലത് തെർമോക്കോൾ കട്ട് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, അതിൻ്റെ ബ്ലേഡ് മാറിയിടാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. നല്ല ബ്ലേഡ്, നല്ല മൂർച്ചയുള്ളതാണ്. അത് മാത്രമേ ആവശ്യമുള്ളൂ. അല്പം പ്ലാസ്റ്റിക്, അത്രയും ചെയ്താൽ മതി. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാവരും കണ്ടോളൂ കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം വർഷം, അടുത്ത വർഷം അല്ലെങ്കിൽ 2-ാമത്തെ വർഷം നമുക്ക് മാവ് പൂക്കുകയും ചെയ്യും. 2 വർഷം മതി. ഇങ്ങനെ നമ്മൾ ഈ ഗ്രാഫ്റ്റ് തൈകളെല്ലാം മേടിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലത്തെ ലളിതമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു വെറൈറ്റി മാവിൽ നിന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കിതൊരു മരത്തിൽ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പല ഇനം മാങ്ങകൾ കിട്ടും, പല രീതിയിലുള്ള പല വെറൈറ്റി മാങ്ങകൾ കിട്ടും. നമുക്ക് 10-50 ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു മാവിൽ 50 തരം മാങ്ങ കിട്ടുന്നവരൊക്കെ ഉണ്ട്. സിമ്പിളാണ് കേട്ടോ. ഉള്ള മാവെല്ലാം കളയരുത്. ഇപ്പം നല്ലപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. മോശം മാവെന്നോർത്ത് ചോട വെട്ടിക്കളയരുത്. നമ്മൾ 2-3 അടി പൊക്കത്തിൽ കുറച്ച് തൊലി വെട്ടി കളഞ്ഞെന്നാൽ താഴെ നിറയെ തൈകൾ വരും. തൈകൾ വന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി മുകളിലുള്ള വെട്ടിക്കളഞ്ഞാലും മതി. അതല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നുണ്ട് ഇങ്ങനെ തൊലി നമ്മൾ വേറെ തൊലി ചെത്തിയെടുത്ത് ഒരു ബൈപ്പാസ് സർജറി ചെയ്താൽ മതി. ബാക്കിയുള്ളതും പിടിച്ചോളും, ഒന്നും കളയേണ്ട കാര്യമില്ല. ഇതുണ്ട്, ഞാൻ ഒരു മരത്തിൽ ചെയ്തേക്കുന്ന 10-20ഓളം കമ്പുകൾ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാട്ടോ. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഫോളോവേഴ്സും വളരെ കുറവാണ്. നമ്മൾ ചെറിയ സംരംഭമാണ് ചെയ്തേക്കുന്നത്. മാക്സിമം ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളുടെ പരമാവധി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും കൃഷിയോട് വളരെ താല്പര്യമുള്ളതും അവരോടൊപ്പം കൂട്ടത്തിൽ പല കാര്യങ്ങൾക്ക് കൂട്ടത്തിലുള്ള ആളുമാണ്. അതുകൊണ്ടൊരു കർഷകൻ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന്